അവർക്ക് വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. അത് പരസ്യമായി പ്രഖ്യാപിച്ചില്ല. പക്ഷെ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നിലവിലുള്ളതിനെ പറ്റി ഒരുപാട് സംശയങ്ങളും അഭിപ്രായങ്ങളും അവർ പ്രകടിപ്പിച്ചു. അത് കേട്ട് വിശദീകരണം കൊടുക്കാതെ വരാൻ പാടില്ല. എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ വിശദീകരണം കൊടുക്കാൻ നമുക്ക് കഴിയും. അതില് ഒരു പ്രശ്നം, ഇപ്പോ 10 വർഷമായി ഇവിടെ LDF സർക്കാർ അധികാരത്തിലിരിക്കും. ഇനി വീണ്ടും അത് തുടരണം. ഇവിടെ സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നാട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ കേരളത്തിലൊരു പ്രത്യേകത, നാട്ടിൽ ഇറങ്ങിയാൽ കാണും നിങ്ങളെ പണ്ടുമാരി പറഞ്ഞാൻ പോവുകയാണ്. അപ്പോൾ അവരെല്ലാവർക്കും ബോധ്യപ്പെടും ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത്. അതാണ് യഥാർത്ഥ വസ്തുത. മാത്രമല്ല, എന്തുകൊണ്ടാണ് തുടർഭരണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ നാടിൻ്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം, കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്തണം. അതിന് തുടർഭരണം ആവശ്യമാണ്. അല്ലെങ്കിൽ പുറകോട്ട് പോവുകയാണ് ചെയ്യുക. മുൻകാലങ്ങളിലെ അനുഭവമാണ്. 2021 തുടർഭരണത്തിന്റെ ഭാഗമായി നല്ല നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. 2031 ആകുമ്പോഴേക്ക് കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിലേക്ക് എത്തുകയാണ്. നല്ല രീതിയിലേക്ക് നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയണം. അതിൻ്റെ ഭാഗമായുള്ള നല്ല മാറ്റം കേരളത്തിന് സംഭവിക്കണം. അതിന് നമ്മൾ സാധാരണ പറയുന്നത് നവകേരളം എന്നത് നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റമാണ്. എല്ലാവർക്കും ആ മാറ്റം അനുഭവപ്പെടും. അതിന് വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാജ്യങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിലെ ജീവിത നിലവാര തോത് ഉയർത്തുക. ഇതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് ഒരു തുടർഭരണം എന്നത് ഒഴിച്ചുകൂടാത്തതാണ്. ഇതുകൂടി നമ്മുടെ പോകുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും. വലിയൊരു ദൗത്യമാണ് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഈ പോകുന്ന വളണ്ടിയർമാർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയവരാകണമെന്നില്ല. കുറച്ച് പേര് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതാകെ മനസ്സിലാക്കുക, അത് ധാരണയോടുകൂടി അവർ ആളുകളെ കാണുക. ഇതാണ് ഏറ്റവും പ്രധാനം. പ്രകോപിതരാകാതെ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞു വരിക. അതാണ് അവർ ചെയ്യേണ്ട കാര്യം. ഏതെങ്കിലും പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് വരും. അതിൽ കുടുങ്ങാതെ ശാന്തമായി കാര്യങ്ങൾ വിശദീകരിച്ച് വരാൻ അവർക്ക് സാധിക്കും. ഇത്രയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.